വിശ്വാസികളെ കയ്യിലെടുക്കാനായി നരേന്ദ്രമോദിയും സംഘപരിവാറും ദുരുപയോഗം ചെയ്ത ശ്രീരാമൻ, ആ ശ്രീരാമക്ഷേത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കവർച്ച നടത്തുന്ന സംഘപരിവാറിൻ്റെ രീതികൾക്കെതിരെ നാട് ചോദിക്കുകയാണ്. എന്താണ് ഈ അഴിമതിയിൽ മോദിക്കും ഇവർക്കും മറച്ചു വെക്കാനുള്ളത്? മോദിക്കും സംഘപരിവാറിനും മറച്ചു വെക്കാനുള്ളത് എന്താണ്? BJPയും RSSും ഹൈഡ് ചെയ്യുന്നത് എന്താണ്? ഇതാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി, ഏറ്റവും പുതിയ വിവരങ്ങളുമായി, അയോധ്യ രാമക്ഷേത്ര കൊള്ളയുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഫെമിന ചേരുകയാണ്. ഫെമിന, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ശതകോടികളുടെ വലിയൊരു സാമ്പത്തിക കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും ആരോപണം നേരിടുന്ന ക്ഷേത്രം ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, അതുപോലെ തന്നെ ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര തുടങ്ങിയവർ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. ആ രാജി ഇന്നലെ ചേർന്ന ട്രസ്റ്റ് യോഗം അംഗീകരിച്ചിരുന്നു. പുതിയ താൽക്കാലിക ഭാരവാഹിയായിട്ട് നിയമിച്ചത് കൃഷ്ണമോഹൻ, ഈ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തന്നെ നേതാവായിട്ടുള്ള കൃഷ്ണമോഹൻ. എന്നാൽ അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ആരോപണം വരുന്നത് ഭൂമി തട്ടിപ്പിൽ ഇദ്ദേഹത്തിനെതിരെ അന്വേഷിക്കണമെന്നാണ്. ബിനാമി ഇടപാടിലൂടെ വലിയ തരത്തിലുള്ള ഒരു ഭൂമി തട്ടിപ്പും ഈ കൃഷ്ണമോഹൻ താൽക്കാലിക ചുമതല ഏൽപ്പിച്ച് കൃഷ്ണമോഹൻ നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ആരോപണം. ഈ സാമ്പത്തിക കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ SITക്ക് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരാതി നൽകിയത് ഈ കൃഷ്ണമോഹനായിരുന്നു. അത്തരത്തിൽ ഈ സംഘപരിവാറിനുള്ളിലെ തന്നെ തർക്കമാണ് ഇത്തരത്തിൽ ഈ ഒരു സാമ്പത്തിക കൊള്ള പുറത്തു വരുന്നതിന് കാരണമായത് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ സാമ്പത്തിക കൊള്ളക്കെതിരെ, ഈ സംഘപരിവാറിൻ്റെ കൊള്ളക്കെതിരെ ഉയരുന്നത്. അപ്പോഴും SIT ഇതുവരെ ഇതിൽ നേരിട്ട് ഇടപെടലുകൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ചമ്പത് റായ്, അതുപോലെ തന്നെ അനിൽ മിശ്ര തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്താനോ ഈ SIT സംഘം തയ്യാറാകുന്നില്ല എന്ന വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇലയനങ്ങിയാൽ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഓടിയെത്തുന്ന ED എവിടെ? CBI എവിടെ? അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ എവിടെ? ഇതാണ് രാമക്ഷേത്ര കൊള്ളയിൽ UP സർക്കാർ ഒളിച്ചു പിടിക്കുന്നത്, BJP സർക്കാർ ഒളിക്കാൻ ശ്രമിക്കുന്നത്. ഫെമിന, അത് തീർച്ചയായും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അയച്ച് അന്വേഷിക്കാറാണ് പതിവുള്ളത്. എന്നാൽ ഇത്രയും വലിയ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് വരുമ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എന്തുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ല എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ കോടതികളിൽ ഫെമിനയാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അയോധ്യയിൽ BJPയും RSSും ഒളിച്ചു പിടിക്കുന്നു. അവർക്ക് മറയ്ക്കാൻ പലതുമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഓരോ മുഹൂർത്തങ്ങളുമാണ് കടന്നു പോകുന്നത്.